ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ബിരിയാണി റൈസ് വെള്ളത്തിലിട്ട് വയ്ക്കുന്നുണ്ട്. ഞാനിന്നിവിടെ പ്രിപ്പയർ ചെയ്ത് കാണിക്കുന്നത് എൻ്റെ ഒരു സ്റ്റൈലിലാണ്. അപ്പം ഞാനിന്നിവിടെ ഇൻഗ്രീഡിയൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, സവോള 2 സൈസിൽ അരിഞ്ഞെടുക്കണം, നീളത്തിൽ അരിയണം, പിന്നെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. അരി വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഇഞ്ചി, കട്ട് ചെയ്ത് വെച്ചതിന് കുറച്ച് തക്കാളി, പിന്നെ പെരിഞ്ജീരകം, പിന്നെ കറിവേപ്പില, ചെറിയ ജാർ എടുക്കാം കേട്ടോ, അപ്പോഴാണ് നന്നായിട്ട് പേസ്റ്റായി കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച സവോളയും തക്കാളിയും പിന്നെ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് മിക്സിയുടെ ജാറിലിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. പച്ചമുളക് നീളത്തിൽ കീറിയെടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ഇഞ്ചിയാണിത്. ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഇഞ്ചി ഞാൻ ഇതുപോലെ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ചതച്ചെടുത്ത ഇഞ്ചിയും പേസ്റ്റാക്കി വെച്ച ഇൻഗ്രീഡിയൻസൊക്കെ മാറ്റി വയ്ക്കുക. അതെന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ഇനി കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുപോവുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഞാൻ പറയാൻ വിട്ടുപോയി, കറുകപ്പട്ടയും പെരിഞ്ജീരകവും ഏലക്കായും ഒക്കെ കൂടി ഒന്ന് ചതച്ചെടുക്കണം. അത് നമുക്ക് കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാനിവിടെ ഉപയോഗിക്കുന്നത്. നെയ്യൊന്നും ഉപയോഗിക്കുന്നില്ല, കോക്കനട്ട് ഓയിലാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ അതിലേക്ക് ഞാൻ ബേ ലീഫ് ഒരെണ്ണം ഇട്ട് കൊടുത്തു. അത് ചെറുതായിട്ടൊന്ന് കീറി ഇട്ട് കൊടുത്തു. പിന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഫസ്റ്റ് അടിച്ച് വെച്ച ഇൻഗ്രീഡിയൻ്റ് ഇല്ലേ, അത് ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മുടെ ബിരിയാണിയുടെ അടിയിൽ വന്ന മസാല കേട്ടോ അത്, ഇതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഒരു 1/4 പാകത്തിൻ്റെ പകുതി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ച സബോള കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ കഴുകി വാരി വെച്ച അരി ഇതിലേക്ക് ഇട്ട് കൊടുത്തു നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മസാല നമ്മൾ ഇട്ട് കൊടുത്തതൊക്കെ അതിനകത്ത് എല്ലാ ഭാഗത്തും പിടിക്കാൻ പാകത്തിന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി റൈസിന് എന്തോരം ഉപ്പ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക. കുക്കറിലിട്ട് ഒരു വിസിലടിപ്പിക്കുക. അത് വേകുമ്പോഴത്തേക്ക് നമുക്ക് ചിക്കൻ കറിയുടെ പ്രിപ്പറേഷൻ ചെയ്ത് നോക്കാം. അതിനായിട്ട് ഞാനൊരു വലിയൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. കോക്കനട്ട് ഓയിലാണ് ഞാനിവിടെ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ എടുത്ത് വെച്ച സബോള 2 സൈസിൽ അരിഞ്ഞതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നീളത്തിലരിഞ്ഞ സബോള ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അത് സലാഡ് ഉണ്ടാക്കാനായിട്ടാണ്. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇട്ട് കൊടുത്ത സബോളയൊക്കെ പെട്ടെന്ന് വഴണ്ട് വരുന്നതായിരിക്കും. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് പച്ചമുളകാണ്. പച്ചമുളക് നമ്മൾ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാവുന്നതാണ്. നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കുമ്പോഴും നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. അത് ഞാനിവിടെ 1 ടീസ്പൂൺ എടുക്കുന്നുണ്ട്. ഇനി നമ്മളിവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഒരു 2, 3, 4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചും ഫ്ലേവറിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഇത് നന്നായിട്ട് ഇട്ട് കൊടുത്ത മസാല നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. മുളക് പൊടി ഞാനിവിടെ കുറച്ച് ഇടുന്നുള്ളൂ. ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്. പിന്നെ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല കളർ ഇടണമെങ്കിൽ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാവുന്നതാണ്. മുളക് പൊടിക്ക് നല്ല എരിവുള്ളത് കൊണ്ട് ഞാൻ കുറച്ചിട്ട് കൊടുത്തത്. പിന്നെ ഞാനിവിടെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്.
കുരുമുളക് പൊടി ഇട്ട് കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ആൻറ്റി ഫംഗൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോകും. മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴിയുമ്പോൾ. ഇനി ഞാനിവിടെ കറിവേപ്പില ഇട്ട് കൊടുത്തു. കറിവേപ്പിലയും പിന്നെ നമ്മളെടുത്ത് വെച്ച ആദ്യം ഫസ്റ്റ് തന്നെ നമ്മൾ അരച്ച് വെച്ച ആ സവോളയും തക്കാളിയും കൂടി അരച്ചതില്ലേ, അത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തു. അതാണ് ഇതിൻ്റെ മെയിൻ എന്താ പറയുക, ഗ്രേവി നന്നായിട്ട് കിട്ടുന്ന ഇൻഗ്രീഡിയൻ്റ് അതാണ്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മൾ ഇനി ചിക്കൻ മസാലയാണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. ചിക്കൻ മസാല ഞാനിവിടെ എടുത്തിരിക്കുന്നത് കിച്ചൺ ട്രഷേഴ്സിൻ്റെ ചിക്കൻ മസാലയാണ്. അത് കുറച്ച് ഇട്ട് കൊടുക്കാം. അത് നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് കുറച്ച് ഇട്ട് കൊടുക്കാം. ഇപ്പം ഇട്ട് കൊടുക്കുന്നത് കൂടാണ്ട് നമ്മൾ ഇനി ഒരു പ്രാവശ്യം കൂടി ഇടും. അതിപ്പോഴല്ലാതെ എപ്പോഴാണെന്ന് ഞാൻ പറയാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. നമ്മൾ ഇട്ട് കൊടുത്ത ഇതിൻ്റെ പച്ചപ്പൊക്കെ മസാലയുടെയും എല്ലാത്തിൻ്റെയും പച്ചപ്പ് മാറാനായിട്ട് ഒരു സെക്കൻഡ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇട്ട് കൊടുത്ത ഇൻഗ്രീഡിയൻസൊക്കെ ഏകദേശം വാടി അതിൻ്റെ പച്ചപ്പൊക്കെ മാറി കഴിയുമ്പോൾ നമ്മൾ മഞ്ഞളും ഉപ്പും തിരുമ്മി വെച്ചാൽ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു കാര്യമുണ്ട്, ചിക്കൻ പെട്ടെന്ന് വേവാനും സോഫ്റ്റ് ആവാനും വേണ്ടിയിട്ട് നമ്മളിത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും. ചിക്കൻ നന്നായിട്ട് വേവുകയും ചെയ്യും. കുഞ്ഞു വാവകൾക്കൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നന്നായിട്ട് കഴിക്കാനൊക്കെ പറ്റും ചിക്കൻ. ഇപ്പം നമ്മുടെ റൈസ് ഇവിടെ വെന്തിട്ടുണ്ട്. റൈസ് ഒരു വിസിലടുപ്പിച്ച് ഒരു വിസിൽ ഫുൾ എയർ അതിനകത്തിരുന്ന് പോകുന്നതിന് മുമ്പ് ഞാൻ എയർ കളഞ്ഞ് തുറന്നായിരുന്നു. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് വേണം കേട്ടോ. 15 മിനിറ്റ് തികച്ച് വേണ്ട, ഒരു 10 മിനിറ്റ് മതി. മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിവിടെ ചിക്കൻ വേവിച്ചെടുത്തത്. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾക്ക് ചിക്കൻ മസാല കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ചിക്കൻ മസാല കുറച്ചും കൂടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫൈനൽ ഇതിൻ്റെ ചിക്കൻ മസാലയുടെയൊക്കെ ഒരു നല്ലൊരു സ്മെല്ലൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് ആയിട്ട് കുറച്ചും കൂടിയും ചിക്കൻ മസാല ഞാൻ ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നല്ല തിക്ക് ഗ്രേവിയോടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ബിരിയാണിയുടെ പ്രിപ്പറേഷൻ കഴിഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ഫ്രണ്ട്സ്.